ഒരു 20 ഗ്രാം പരിപ്പ് അല്ലെങ്കിൽ ഒരു കൈപ്പിടി പരിപ്പ് എടുത്ത് അത് കഴുകി ഒരു കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വലിയ പരിപ്പായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വേവിച്ചെടുത്തത്. അല്ലെങ്കിൽ കഷ്ണത്തിനൊപ്പം തന്നെ ഇട്ടാൽ മതി. പിന്നെ സാമ്പാറിലേക്ക് വേണ്ടിയുള്ള കഷ്ണങ്ങൾ എന്തൊക്കെ കഷ്ണങ്ങളാണോ ഉള്ളത് അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തേങ്ങ വറുക്കാൻ വേണ്ടത് വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില എന്നിവയാണ്. അങ്ങനെ പരിപ്പ് വെന്തതിന് ശേഷം വെണ്ടക്ക, വഴുതന, മുരിങ്ങക്കായ, തക്കാളി ഇത് ഒഴിച്ചിട്ട് ബാക്കി വേവുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതേപോലെ വരദ ഫുഡ്സിൻ്റെ സാമ്പാർ പൗഡർ 3 ടേബിൾ സ്പൂൺ പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല, പൊടി മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ അതുപോലെ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ട് 2 വിസിൽ വരുത്തുന്നവർ വേവിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ബാക്കി മാറ്റി വെച്ച കഷ്ണങ്ങളില്ലേ, വെണ്ടക്ക, വഴുതന, മുരിങ്ങക്കായ കഷ്ണം അതൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ അതാ വറുത്തരച്ച തേങ്ങ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ അതൊന്ന് തിളച്ചതിന് ശേഷം പിന്നെ കറിവേപ്പില, അതേപോലെ മല്ലിയില, എൻ്റെ അടുത്ത് മല്ലിയിലല്ല, അത് സ്കിപ്പാണ്. പിന്നെ അതിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഒരു ചീനൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വറ്റൽ മുളക് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ചേർക്കാവുന്നതാണ്. അതും കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ വരദ ഫുഡ്സിൻ്റെ സാമ്പാർ പൗഡർ കൊണ്ടുള്ള സാമ്പാർ റെഡിയാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പൊടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ റിവ്യൂ പറയണേ. ഇനി ഇതുപോലെ ആർക്കെങ്കിലും പൊടി ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്.